ഈ ഒരു സാധനം കാരണം ഇന്നലത്തെ എൻ്റെ ഒരു ദിവസം മുഴുവൻ പോയി. ഇത് വൻപയർ ഞാൻ മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ. എനിക്ക് വൻപയറിനോടൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. ചെറുപയറും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണല്ലോ. അപ്പോൾ അതുമല്ല ഈ ടൈമിൽ പ്രോട്ടീൻ റിച്ചാണ്. അപ്പം ഞാനിത് മുളപ്പിച്ചിട്ട് മുളകൊക്കെ ചതച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ട് കുരുമുളകൊക്കെ ഇട്ട് വെക്കുമല്ലോ. അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞ് കുക്കറിൽ കുറച്ചെടുത്ത് വേവിച്ചു. കുറച്ച് നേരത്ത് പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്തു കേട്ടോ. എന്തോ ഒരു ആവേശത്തിലെടുത്ത് കഴിച്ചതാണ്. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വയറ് ഇങ്ങനെ അങ്ങ് വീർത്ത് വരാൻ തുടങ്ങി. ഒന്നും കഴിക്കാൻ മേലാത്ത അവസ്ഥ, ഭയങ്കര വേദനയും. പക്ഷേ ഈ ഒരു പയറ് കഴിച്ചു എന്നുള്ള കാര്യമൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ മറക്കാൻ കാരണം ആകെപ്പാടെ ഒരു കുഴപ്പം പിടിച്ചൊരു ദിവസമായിരുന്നു ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ കറണ്ട് പോയി, എന്നിട്ട് വന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു. ഇൻവേർട്ടറിൻ്റെ സ്വിച്ച് എന്തോ ഓഫായി പോയതായിരുന്നു എൻ്റെ പൊന്നെ. അപ്പോൾ അതിൻ്റെ പുറകെ കുറേ നടക്കേണ്ടി വന്നു. അപ്പോൾ അത് കാരണം കുറേ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങേണ്ടി വന്നു. ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി. അപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങേണ്ടി വന്നതിൻ്റെ വേദനയായിരുന്നു. കൈക്കും കാലിനും പുറത്തിനൊക്കെ ഭയങ്കര വേദന. നമുക്ക് ഗ്യാസ് കൂടിയാൽ ഇങ്ങനെ മൊത്തത്തിലൊരു പെയിൻ വരുമല്ലോ. അപ്പോൾ ഞാൻ ഈ പയറ് കഴിച്ച കാര്യം പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ഈ കാര്യത്തിന് വേണ്ടി ഞാൻ നടന്നതിൻ്റെയാണെന്നാണ് വിചാരിച്ചത്. ഉച്ചയായിട്ട് എനിക്കൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ എന്നുള്ളത് ഞാൻ രാത്രി ആയപ്പോഴാണ് ഓർത്തത്. രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വേദന കൂടി. ഞാൻ ഭയങ്കരമായിട്ടിരുന്ന് കരയാൻ തുടങ്ങി. എന്ത് ചെയ്യുമെന്നറിയില്ല. അപ്പോഴാണ് ഓർത്തത് ഞാൻ ഈ ഒരു പയറ് കഴിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. അവസാനം ഞാൻ ഡോക്ടർ തന്ന ഗ്യാസിൻ്റെ മരുന്ന് എടുത്ത് ഒരടപ്പങ്ങ് കുടിച്ചു. പക്ഷേ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഞാനിതൊന്നും ഓർത്തില്ല എന്നുള്ളതാണ്. ഓർക്കാനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ല. അത്രയ്ക്ക് ട്രബിൾ പിടിച്ചൊരു ദിവസമായിരുന്നു. രാത്രിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ആ ഒരു ഗ്യാസിൻ്റെ മരുന്നെടുത്ത് കഴിച്ച് ഒരു 1 hour കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പെട്ടെന്നൊന്നും മാറിയില്ല കേട്ടോ. എനിക്ക് ഇച്ചിരി ജീരകവെള്ളം കുടിക്കണമെന്ന് തോന്നി. അല്ലെങ്കിൽ തണുത്ത വെള്ളമാണ് കുടിക്കാറ്. ജീരകവെള്ളം കുടിക്കാനായിട്ട് ജീരകം ഇട്ട് വെള്ളം ഗ്യാസിൽ വെച്ചപ്പോഴത്തേക്കും ഗ്യാസ് തീർന്നു. എൻ്റെ പൊന്നെ, എന്തൊരു കഷ്ടമാണല്ലേ. അപ്പോൾ സാധാരണ 2.5 മാസമാണ് എനിക്ക് ഗ്യാസ് നിൽക്കാറ്. ഇത്തവണ 3 മാസം നിന്ന് കേട്ടോ. അപ്പോൾ കുറേ നേരം ഞാനിങ്ങനെ ഇരുന്ന് എന്നെ ചെയ്യുമെന്ന് അറിയത്തില്ലാതെ അവസാനം ഞാനും ദേവട്ടനും കൂടി ഗ്യാസൊക്കെ മാറ്റി വെച്ചു. എന്നിട്ട് ജീരകം ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ഒന്ന് കുടിച്ചു കേട്ടോ. ഒരു 1 hour 2 hour കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ടൊരു ആശ്വാസമൊക്കെ തോന്നി. ഒരു ഏമ്പൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു ഓക്കെ ഫീലൊക്കെ തോന്നി കേട്ടോ. ഒന്നും ഞാൻ കഴിച്ചില്ല. ഇന്നലെ ഒരു വകയും കഴിക്കാതെയാണ് കിടന്നുറങ്ങിയത്. ഇതിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഈ ഒരു കടുംചായ മധുരമൊക്കെ ഇട്ടൊന്ന് കുടിച്ചു. എന്തോ ഒരു ശ്വാസം വീണ ഒരു ഫീലായിരുന്നു എനിക്ക്. ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ. ഇന്നലത്തെ ഒരു ദിവസം ഞാനൊന്നും കഴിച്ചില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രിയാണ് ഞാൻ ചിന്തിച്ചത് പോലും. കാരണം വയറ് അത്രയും വീർത്ത് ഭയങ്കരമായിട്ട് ഗ്യാസ് കയറി ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഒരുപാട് വിഷമിച്ച് കുറേ ഇരുന്ന് കരഞ്ഞൊരു ദിവസമായിരുന്നു അത്.